ഒരു വീട് അപ്പുറത്താണ്. ഇവിടെ ഉണ്ടോ? ശരിക്ക് പ്രണവ് എന്നും നടന്നിട്ട് തന്നെ ഇപ്പം പോല് അല്ല സൈക്കിളിന് ചെയിന് കൂട്ടിയപ്പോ അത് നന്നാക്കാൻ പൈസ ഇല്ല. ഇവിടുന്ന് വീട്ടിലേക്ക് എത്രത്തോളം ദൂരമുണ്ട്? കുറച്ച് ദൂരം. കുറച്ച് ദൂരം ഉണ്ടോ? പ്രണവ് വീട്ടിൽ നിന്നിട്ടേ എനിക്കൊന്ന് ലൊക്കേഷൻ മാപ്പ് ഇടുമോ? ഞാൻ എന്തായാലും വീട്ടിൽ നിന്നിട്ട് അമ്മനൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം കേട്ടോ. അമ്മയ്ക്ക് വീട്ടിൽ നിന്നിട്ട് ലൊക്കേഷൻ മാപ്പ് ഇടുക. ഞങ്ങളൊന്ന് പുറത്തൊക്കെ എനിക്കൊന്ന് 2 സ്ഥലങ്ങളൊന്ന് പോകാണ്ട് പോയിട്ട് ഞാൻ വരണ്ട് കേട്ടോ. നമ്മളൊരു സൈക്കിൾ ഷോപ്പിൽ വന്നിരിക്കുക കേട്ടോ. കോഴിക്കോട് ഒരു സൈക്കിൾ ഷോപ്പിലാണ്. അപ്പോൾ ഒരു സൈക്കിൾ വാങ്ങിച്ച് അങ്ങോട്ട് മോൻ്റെ വീട്ടിൽ പോകാൻ വിചാരിച്ചു. ഒരു അടിപൊളി സൈക്കിള്, അതായത് ഗിയറൊക്കെ ഉള്ള നല്ല വെയിറ്റ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈക്കിൾ. ടോപ്പ് സൈക്കിൾ ഏതാ? ആ അതെ, എന്നാൽ അങ്ങോട്ട് പോകാം നമുക്ക്. അപ്പോൾ ഉള്ളതിൽ കുഴപ്പമില്ലാത്തൊരു സൈക്കിളാന്ന് പറഞ്ഞ് ഇത് എടുത്ത് തന്നിട്ടുണ്ട്. ഇതെന്താ പ്രത്യേകത? 7 ഗിയർ. ആ ഒക്കെ ഉണ്ട്. ഗിയറൊക്കെ വർക്ക് ചെയ്യല്ലേ? കുറെ കാണാണ്ട് ആണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതോടെ പൂശാം. അപ്പോൾ നമ്മൾ ഷോപ്പിന്റെ പുറത്ത് ചാടിയിട്ടുണ്ട്. ഷോപ്പും മോന്റെ വീടും അടുത്തടുത്താണ്. മോന്റെ ആ ഒരു സ്ഥലത്തിന്റെ പേര്, അതായത് ഈ ഒരു സ്ഥലത്തിന്റെ പേര് പന്ന്യാങ്കര എന്നാണ് കേട്ടോ. അപ്പോൾ ഈ പന്ന്യാങ്കര ഭാഗങ്ങളിലാണ് ആ മോന് പത്രം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നാളെ മുതൽ ഈ ഒരു സൈക്കിളിന്റെ മുകളിൽ പത്രം ഇടാനൊക്കെ പോട്ടെ അല്ലേ. അപ്പോൾ നേരെ ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നേരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ തേടി പിടിച്ച് നമ്മുടെ പ്രണവിൻ്റെ വീട്ടിലെത്തിയിട്ടാ. വീട്ടിലെത്തിയപ്പോൾ ആളൊക്കെ ചുള്ളനേക്കണ് അവിടല്ലേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രണവിൻ്റെ വീടാണിത്. പ്രണവിൻ്റെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് അല്ലേ പ്രണവേ? അപ്പോൾ ആ പ്രണവിന്റെ അമ്മ കൊടുക്കുന്നുണ്ട്. നമസ്കാരമുണ്ട്. പ്രണവ് അങ്ങനെ സംസാരിക്കുന്നില്ലല്ലേ? ഇല്ല, 4 മണിക്ക് ബുക്കിംഗ് അതേ പ്രണവിന്റെ ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മോളാണ്. മോളുടെ പേരെന്ന് പറഞ്ഞേ? പ്രാർത്ഥന. അടിപൊളി പേരല്ലേ. എത്രല്ലേ പഠിക്കണേ? 7-ല്. പ്രണവ് പഠിക്കുന്ന 9-ല്. 8-ല് അല്ലേ? 8-ലാണ്. ഇവിടെയാണ് അപ്പൊ താമസം? എത്ര വർഷമായിട്ട്? 2 വർഷമായിട്ട് ഇവിടെ താമസം? അതെ അല്ലേ. പ്രണവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രണവിനെ ഒന്ന് പരിചയപ്പെടുത്താ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കാരണം ആ പ്രണവ് ഈ ഒരു 14ാമത്തെ വയസ്സിൽ ഇങ്ങനെ പത്രമൊക്കെ ഇട്ട് എന്താ പറയാ കുടുംബം നോക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ നമ്മൾ കാണിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവുന്നത്. ഈ ഒരു കുടുംബത്തിന്റെ നെടുന്തൂടാന്ന് പറയില്ലേ, അങ്ങനെയാണ്. ചേച്ചിയുടെ പേര്? സബി. ചേച്ചിയുടെ ആ ഒരു കോള് കേട്ടപ്പോഴേ, അതായത് ഒരുപാട് കോള് വരുന്നുണ്ടെങ്കിലും ചേച്ചി പറഞ്ഞൊരു വാക്കുണ്ട്, അവസാന നിമിഷത്തിലെ ഒരു കോളാന്നൊക്കെ. അപ്പൊ അത് പറഞ്ഞപ്പോ ശരിക്ക് എന്താന്ന് അറിയാൻ വേണ്ടി വന്നാണ്. സത്യത്തിൽ എന്താണ് ഇവിടെ? അച്ഛൻ മദ്യപാനാണ്. അപ്പൊ ഞങ്ങളെ നോക്കലില്ല. ഇപ്പൊ ഇവിടെ ഞങ്ങളെ കൂടെ ഇല്ല. കുറെ മാസങ്ങളായിട്ട് ഞങ്ങളെ കൂട്ടില്ല. ഞങ്ങൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് 3 അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം ഓരോരുത്തർ സഹായിച്ചിട്ട്, പിന്നെ കുറെ ആൾക്കാരോട് കടം മേടിക്കും. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതല്ലേ. ഇപ്പൊ എന്താ ഭക്ഷണം കഴിച്ചത്? അവസാനമായിട്ടൊരു അവസാനമായിട്ടൊരു പിടുത്തം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. ഇല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിലും മരിക്കണം എന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും. മക്കളായിട്ട് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കടം വാങ്ങിയിട്ടാണ് എന്തെങ്കിലും വാങ്ങുക. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ വാങ്ങാൻ നിൽക്കില്ല, തിരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ വിചാരിച്ചിട്ട് ഒന്നും വാങ്ങാനില്ല. ഇപ്പൊ 2 പ്രാവശ്യമായി ഇപ്പൊ അവസാനമായിട്ട് ഇപ്പൊ വാങ്ങിയത്. വെറുതെ പൈസ കൂട്ടിയിട്ട് അതും കാര്യമില്ലല്ലോ. കൂട്ടി വെക്കാന്നല്ലാണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയണ്ട. ഇന്നലെ എന്താ ഭക്ഷണം ചെയ്യ? ഞാൻ മോനോട് ചോദിച്ചിരുന്നു. ഇന്നലെ ചോറ് വെച്ചിട്ടില്ല? ഇല്ല, ചോറ് വെച്ചിട്ടില്ല. നമ്മൾ കേരളത്തിലൊരു വീട്ടിൽ. അപ്പൊ ചേച്ചി ഈ ജോലി എന്തെങ്കിലും ട്രൈ ചെയ്തിരുന്നോ? പോയിക്കൊണ്ടിരുന്നുണ്ടായിന്. പിന്നെ എനിക്ക് ഇങ്ങനെ വയ്യായി വരും. ഓരോ അസുഖം വരുന്ന കാരണം പോവാനും കഴിയുന്നില്ല. എന്താ സുഖം? തലകറക്കോ മൈഗ്രെയിൻ്റെ അത് പ്രശ്നം. അല്ല മൈഗ്രെയിൻ അല്ല, അതില്ല, എന്താ പറയുക, ബാലൻസ് പോകുന്നുണ്ട്. ഹൗസ് ക്ലീൻ ചെയ്യാൻ, ഹൗസ് ക്ലീനിങ്. അപ്പം പിന്നെ തല കറങ്ങുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. നമുക്ക് ആരോഗ്യം, നമ്മളെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അത് വലിയ കാര്യം. ആരുമില്ലല്ലോ നമുക്ക് മുന്നിൽ, വേറെ ആരുമില്ലല്ലോ മുന്നിലേക്ക് വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പം പിന്നെ അങ്ങനെ ചിന്തിക്കല്ലാണ്ട് ഞാനൊന്നും കണ്ടില്ല. കഴിഞ്ഞ ദിവസം ഫ്യൂസ് വരാൻ വന്ന ആളാണ് കറണ്ട് ബില്ല് അടച്ചെന്നത്. അവർ ഫ്യൂസ് വരാൻ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഫ്യൂസ് ഊരണ്ട, ഞാൻ വൈകുന്നേരമായിട്ട് ബില്ല് അടയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചാൽ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഫ്യൂസ് വരണമെങ്കിൽ വീട്ടിലൊരു ഉരുളി ഉണ്ടായിരുന്നു, അത് എടുത്തു കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് വേണം കറണ്ട് ബില്ല് അടയ്ക്കാനെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് അത് പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് വിൽക്കണ്ട, ഞാൻ അടച്ചോളാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ സമയം എടുത്താലേ ഞാൻ അടച്ചോളാം പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ സമ്മതിച്ചില്ല.
അവരടയ്ക്കാന്ന് പറഞ്ഞിട്ട് അവർ ബില്ല് മേടിച്ച് കൊണ്ടുപോയിട്ട് അടച്ചിട്ട് ബില്ല് പിറ്റേന്ന് കൊണ്ടു തന്നു. മക്കളെ വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്ന കുട്ടികളാണ്. 2 കുട്ടികളെ ചേച്ചിക്ക് തന്നല്ലോ ദൈവം, അതല്ലേ ഏറ്റവും സന്തോഷം. പക്ഷെ ജീവിക്കാനുള്ള വഴിയില്ലല്ലോ, അതാണ്. മുന്നിലൊരു വഴി ഞാൻ കാണുന്നില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ ചേച്ചിയുടെ ആവശ്യം എന്താ എന്ന് പറഞ്ഞേ? ഇപ്പൊ ചേച്ചിയുടെ ആവശ്യം എന്താ? ഇപ്പോൾ വാടക കൊടുക്കണം, അത് കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുക്കണം. പിന്നെ ഓരോ പ്രാവശ്യം കൊടുക്കാണ്ടാകുമ്പോൾ ഫോണ് വിൽക്കും, കമ്മൽ വിൽക്കും, പിന്നെ മേക്കാത് വിൽക്കും, മൂക്കുത്തി വിൽക്കും. അങ്ങനെ വിറ്റ് ഒന്നും ഇല്ല. ഗ്യാസ് ഇനി എപ്പോഴാണ് തീരാന്ന് അറിയില്ല. പെട്ടെന്ന് വെച്ചിട്ട് അതും തീരും. അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഇത് വെക്ക്. അയ്യോ, ഇത് വെക്ക്. ഇത് അനു എന്ന് പറയുന്ന ആ ഒരു ചേച്ചി നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ അവസ്ഥ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ താൽക്കാലികമായിട്ട് ഇത് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി കുറേ മാസങ്ങൾക്ക് അതിൽ വാടക കൊടുക്കാനുള്ളതുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഡ്രസ്സ് ഇരിക്കട്ടെ. മോള് പിടിച്ചേ ആണ്. അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് 1-2 മാസങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല, എല്ലാ മാസവും തൊട്ടടുത്തൊരു കടയുണ്ട്, എല്ലാ മാസവും അവിടെ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കുക, ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുക, എന്താ വേണ്ടിച്ച് വാങ്ങിക്കുക എല്ലാ മാസവും. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. എൻ്റെ പേര് പറയാ, ഇങ്ങോട്ട് പോരാ. ഇതും അനു എന്ന് പറയുന്ന ഒരു ചേച്ചി നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ അനുവിനോട് എന്താ പറയാനുള്ളത്? വലിയ സന്തോഷം. ചിരിച്ചു, അത് മതി. മോളും ചിരിച്ചു. ഒന്ന് ചിരിച്ചാ ഹാപ്പിയെ. സമാധാനമായത് സത്യം, എപ്പോഴാ സമാധാനമായത്? ഈ ചിരി കാണാൻ വേണ്ടി വന്നതാണ്. അത് ചിരിച്ചെന്നല്ല ഒരു എന്താ ഇത് ഞാൻ പറഞ്ഞത് ഇത് കരയാൻ വേണ്ടി വന്നതല്ല. അങ്ങനെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇനി വരാതിരിക്കുക. ഒരൊറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ തീരും ഞാൻ പ്രതീക്ഷിച്ചിട്ട്. ഇത് തീർന്നിട്ടില്ലല്ലോ, നമ്മൾ തുടങ്ങിയിട്ടില്ലല്ലോ. ഇനി പട്ടിണി എടുക്കാൻ പാടില്ല. പട്ടിണി എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് എടുക്കാൻ പാടില്ല. എല്ലാ മാസവും അവിടെ പോയിട്ട് ഭക്ഷണം വയ്ക്കാൻ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. മോനെ തുടർന്നേ, ചേച്ചി തുടർന്നേ, ഒന്ന് കാണട്ടെ. നിന്റെ സൈക്കിളോടെ, ആ സൈക്കിളൊന്ന് കാണട്ടെ. ഇത് നിനക്ക് വാങ്ങിച്ചൊരു അടിപൊളി ഗിയറുള്ളൊരു സൈക്കിൾ. ഗിയർ സൈക്കിളാണ് ഇപ്പൊ പറഞ്ഞിട്ടോളൂ. ഗിയർ സൈക്കിളിന്റെ കാര്യം എന്താ പറയേ? അയ്യോ ചേച്ചി ഇത്ര നേരം കരഞ്ഞിരുന്നല്ല. അല്ല, ഗിയർ സൈക്കിള് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടോളൂ. ഗിയർ സൈക്കിള് ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ടോളൂ. എപ്പോഴാ പറഞ്ഞേ? ഇപ്പോ ഞങ്ങളവിടെ കിടക്കുമ്പോ പറഞ്ഞാ. മോനെ ഒന്നുകൂടി മലപ്പുറത്തേക്ക് വന്ന് കരയല്ലേ, കരയാൻ പാടില്ല. ഇഷ്ടായാ? ഇതാകെ സർപ്രൈസ് ആട്ടോ. അമ്മ ഒന്ന് ആലോചിച്ച് എനിക്കൊരു ഗിയർ സൈക്കിള് കിട്ടിയാലോ എന്ന് പറഞ്ഞ്. അമ്മക്ക് സന്തോഷാവോ നിന്നോട് ചോദിക്കാം. ഇപ്പം ചോദിച്ചിട്ടുള്ളൂ നമുക്ക് സന്തോഷാവോ. സത്യമായിട്ടും ഓ സത്യം പറയാനില്ലേ, ദൈവമുണ്ട് എന്നൊക്കെ പറയില്ലേ, ഇതാണ്. ഇനി സൈക്കിളിന്റെ മുകളിൽ പോയിട്ട് പത്രമൊക്കെ വിറ്റ് ഒരു പത്ര കമ്പനി വാങ്ങിച്ചിട്ട് അമ്മയെ അതുപോലെ തന്നെ പെങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. ആരെ മുന്നിൽ തല കുലിക്കാതെ അധ്വാനിച്ച് ജീവിക്കുക. ഓക്കെ, മോൾക്ക് എന്താവാൻ ആഗ്രഹം? ഡോക്ടർ ആവാനാണ് അല്ലേ? നന്നായി പഠിക്കുവോ? പഠിക്കും. പഠിക്കാൻ എനിക്ക് ട്യൂഷന് വിടാൻ കഴിയുന്നില്ല. അതാണ്, ട്യൂഷന് പൈസ കുറയാകുന്നത് കാരണം വിടാൻ കഴിയുന്നില്ല. ട്യൂഷന് പോകുമ്പോ നല്ല ഇഷ്ടം പഠിക്കാൻ. 2 വർഷത്തോളം 2.5 വർഷമായിട്ട് ഇവരിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അതിനുള്ളിലേക്ക് കയറുമ്പോൾ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോസ്, മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് പലരും സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പലർക്കും വീടൊക്കെ വാഗ്ദാനം ചെയ്തിട്ട്. അങ്ങനെ ആർക്കെങ്കിലൊക്കെ കഴിയുകയാണെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഉഷാറായിട്ട് അവർ ജീവിച്ചോളും. ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അനു എന്ന് പറയുന്ന ഒരു ചേച്ചി ഏറ്റെടുത്തിട്ടുണ്ട്. ഇവരുടെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും കാലം അവർ കൊടുത്തോളും. അപ്പോൾ വളരെ സന്തോഷം. അനുവിനോട് ഒരു നന്ദി പറയാണ്. അതുപോലെ തന്നെ ആ ക്യാഷ് ഇത്ര വലിയൊരു എമൗണ്ട് അവർക്ക് കൊടുത്തതിലും വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ, നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആർക്കെങ്കിലൊക്കെ ഒരു വീടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാട്ടോ. കുട്ടികളൊക്കെ പഠിച്ച് വലുതായി അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരും. അല്ല മോളോ? ഡോക്ടറെ ഉണ്ട് നമുക്ക് ആണ് അല്ലേ മോനോ? ആണ്. അതുപോലെ സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട്